KPCC അധ്യക്ഷ സ്ഥാനം തിരികെ ഏൽക്കുന്നതിനു വേണ്ടി കെ സുധാകരൻ ഇപ്പോൾ ഇന്ദിരാഭവനിൽ എത്തിയിരിക്കുന്നു. പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് കെ സുധാകരനെ സ്വീകരിക്കുന്നത്. കെ സുധാകരൻ ഇന്ദിരാഭവനിൽ എത്തിയിരിക്കുന്നു. അദ്ദേഹം നേരത്തെ പ്രവർത്തക സമിതി അംഗം AK ആന്റണി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സന്ദർശിച്ച ശേഷമാണ് ഇന്ദിരാഭവനിലെത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ പോയ കെ സുധാകരന് പകരം ആക്ടിംഗ് പ്രസിഡന്റ് സ്ഥാനം നൽകി MMS നായിരുന്നു തെരഞ്ഞെടുപ്പ് ചുമതലകൾ നിർവഹിച്ചിരുന്നത്. അതിനുശേഷം ഇപ്പോൾ കെ സുധാകരൻ MMS-ൽ നിന്ന് തിരികെ ചാർജ് എടുക്കാൻ KPCC ഓഫീസിൽ എത്തിയിരിക്കുന്നു. ഇന്ദിരാഭവനിലെത്തിയ കെ സുധാകരന് പ്രവർത്തകർ ആവേശോജ്വലമായ സ്വീകരണമാണ് നൽകിയത്. കണ്ണൂരിന്റെ മണിമുത്ത് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് കെ സുധാകരനെ KPCC ഓഫീസിലേക്ക് ആനയിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി കെ സുധാകരൻ്റെ KPCC അധ്യക്ഷ സ്ഥാനം MMS-ന് താൽക്കാലിക ചുമതലയായി നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായതിനു ശേഷമാണ് സുധാകരന് KPCC അധ്യക്ഷ സ്ഥാനത്ത് തിരികെ എത്താൻ സാധിക്കുക എന്ന സൂചന ACC നൽകിയെങ്കിലും കെ സുധാകരൻ്റെ സമ്മർദ്ദ ഫലമായാണ് വീണ്ടും കെ സുധാകരന് വളരെ വേഗത്തിൽ തന്നെ അധ്യക്ഷ സ്ഥാനം തിരികെ കിട്ടിയത്. അല്പം മുമ്പ് K മുരളീധരനും അത് വ്യക്തമാക്കുകയുണ്ടായി. 4-ാം തീയതിക്ക് ശേഷമായിരുന്നു സുധാകരൻ ചുമതലയേൽക്കേണ്ടത്. പക്ഷേ വിവാദമായ പശ്ചാത്തലത്തിലാണ് കെ സുധാകരന് അധ്യക്ഷ സ്ഥാനം തിരികെ കിട്ടിയിട്ടുള്ളത്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അടക്കം കെ സുധാകരന്റെ അധ്യക്ഷ പദവിയിലേക്ക് തിരികെയുള്ള വരവിൽ ഒപ്പമാണ്. ചേട്ടാ ചേട്ടാ ഒന്ന് സൈലോട്ട് കേട്ടോ. നിങ്ങൾ ആ വിളിയൊന്ന് പഠനത്തിന്റെ അലമീൻ വിശദാംശങ്ങളുമായി. അലമീൻ, KPCC അധ്യക്ഷ പദവിയിലേക്ക് കെ സുധാകരൻ തിരിച്ചെത്തി. ഉണ്ടായിരുന്നു. അതിനുശേഷം KPCC അധ്യക്ഷ കസേരയിലേക്ക് കെ സുധാകരൻ മടങ്ങി വന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നത്. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ വലിയ പ്രവർത്തകർ വലിയ സ്വീകരണത്തോടു കൂടിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ചത്. രാവിലെ AK ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് സുധാകരൻ KPCC ആസ്ഥാനത്തേക്ക് എത്തിയത്. ഇന്ദിരാഭവനിൽ നൂറുകണക്കിന് പ്രവർത്തകർ ഉണ്ടായിരുന്നു. അവർ വലിയ മുദ്രാവാക്യം വിളിച്ച് അദ്ദേഹത്തെ ഷോളണിയിച്ച് സ്വീകരിച്ചാണ് ഇപ്പോൾ അദ്ദേഹത്തെ KPCC അധ്യക്ഷ കസേരയിൽ. പക്ഷേ ഏറ്റവും പ്രധാന KPCC അധ്യക്ഷന്റെ ചുമതല വഹിച്ചിരുന്ന ഇക്കാലയളവിൽ ചുമതല വഹിച്ച MM ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഇന്ന് മാത്രം മറ്റ് മുതിർന്ന നേതാക്കൾ ആരും തന്നെ ഈ പരിപാടിക്ക് പങ്കെടുക്കുന്നുമില്ല. വിട്ടുനിൽക്കേണ്ട ഒരു സാഹചര്യമാണോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ പുതുതായി ചുമതലയേറ്റെടുക്കുന്നതല്ല സുധാകരൻ. അദ്ദേഹം ആ സ്ഥാനത്തേക്ക് മടങ്ങി വരുന്നു എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ഈ വിധത്തിലൊരു സ്വീകരണം പാർട്ടി ആസൂത്രണം ചെയ്തിട്ടില്ല എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ അവർ നൽകുന്ന വിശദീകരണം. പക്ഷേ എന്നാൽ പോലും
ചുമതല വഹിച്ചിരുന്ന എം ഹസൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആരും തന്നെ KPCCയിലേക്ക് എത്തിയിട്ടില്ല. മറ്റു പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തമുണ്ട്. KPCC സെക്രട്ടറി ലിജു ഒപ്പമുണ്ട്. അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന സുധാകരനോടൊപ്പം നിൽക്കുന്ന മറ്റു നേതാക്കളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വലിയ അനിശ്ചിതത്വം ആശങ്കയും കെ സുധാകരനും അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകൾക്കും ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കെ സുധാകരന്റെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മടങ്ങിവരവ് അത് മുടങ്ങുമോ എന്നുള്ള കാര്യത്തിൽ, അതിനൊരു തടസ്സമുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയും അനിശ്ചിതത്വം അദ്ദേഹത്തിനും ഒപ്പമുള്ളവർക്കും ഉണ്ടായിരുന്നു. ആ ആശങ്കയ്ക്ക് ഒരു അറുതി വന്നിരിക്കുന്നു. പക്ഷേ എന്നാൽ പോലും അത് കയ്യാലപ്പുറത്തെ തേങ്ങയാണോ എന്നൊരു സംശയം ഒപ്പമുള്ളവർക്ക് ഇപ്പോഴുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം KPCC അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾ ഉണ്ടാകുമോ, കേന്ദ്ര നേതൃത്വത്തിന്റെ മറ്റേതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ അതിലുണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏറെ പ്രധാനമാണ്. അത് കെ സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹത്തോടൊപ്പമുള്ള നിൽക്കുന്നവർക്ക് ഏറെ പ്രധാനം. സംസ്ഥാന കോൺഗ്രസിനെ സംബന്ധിച്ചും ഏറെ പ്രധാനമായിരിക്കും. അദ്ദേഹം മാധ്യമങ്ങളെ വിശദീകരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. രാവിലെ AK ആന്റണിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പ്രതികരണം തേടിയെങ്കിലും KPCCയിൽ കാണാമെന്ന് പറഞ്ഞാണ് അദ്ദേഹം മടങ്ങിയത്. അവിടെ ഒരു പ്രതികരണം അദ്ദേഹം നടത്തിയില്ല. ഏതായാലും സാങ്കേതികമായി ഇനി ചുമതല ഏറ്റെടുക്കുക എന്നുള്ള ഒരു സാങ്കേതികത്വം മാത്രം അതിലുള്ളത്. അതിനപ്പുറത്തേക്ക് കെ സുധാകരന്റെ മടങ്ങിവരവ് തടയാൻ ശ്രമിച്ച സംസ്ഥാന കോൺഗ്രസിലെ മറ്റു നേതാക്കൾ, അവരോടൊക്കെയുള്ള സുധാകരന്റെ തുടർ സമീപനവും പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഇനി അങ്ങോട്ട് സംസ്ഥാന കോൺഗ്രസിൽ ചർച്ചയാകുന്ന വിഷയങ്ങളായി മാറുമെന്നുള്ളതിൽ സംശയമില്ല. സുധാകരനെ മുൻനിർത്തിയെങ്കിൽ അധ്യക്ഷ സ്ഥാനത്ത് തുടർന്ന് മുന്നോട്ട് പോകാനാവില്ല എന്ന് സംസ്ഥാനത്ത് തന്നെ ഒരു വിഭാഗം നേതാക്കൾ അറിയിച്ചതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ കേന്ദ്ര നേതാക്കൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്നുള്ള സംശയം പോലും സുധാകരൻ ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം വരുന്ന കാര്യത്തിൽ തീരുമാനം എന്ന് നേതൃത്വം അറിയിക്കുമ്പോഴും അത് തനിക്കുള്ള ഒരു പണിയാണോ കിണിയാണോ എന്നൊരു സംശയവും കെ സുധാകരൻ ഉണ്ടായിരുന്നു. അതൊക്കെ മുന്നിൽ കണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള സമ്മർദ്ദ തന്ത്രം സുധാകരൻ ചെലുത്തിയത്. ആ സമ്മർദ്ദം ഒടുവിൽ ഫലം കണ്ടിരിക്കുന്നു. ആ സമ്മർദ്ദത്തിന് നേതൃത്വത്തിന് വഴങ്ങേണ്ടിയും വന്നു. വഴങ്ങാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് പക്ഷേ സുധാകരനെ പ്രകോപിപ്പിച്ചാൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കടുത്ത നടപടികളിലേക്ക് സുധാകരൻ പോയേക്കും, അല്ലെങ്കിൽ അങ്ങനെ താൻ നീങ്ങുമെന്നുള്ള മുന്നറിയിപ്പും കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. ലഭിക്കുന്ന സൂചനകളും അത് തന്നെയാണ്. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള ഒരു അടിയന്തര ഇടപെടലാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഇന്നലെ ഉണ്ടായത്. ജൂൺ 4-ന് ശേഷം തീരുമാനമെന്ന് ആദ്യം നിലപാടെടുത്തിരുന്ന ദീപാദാസ് മുൻഷി അടക്കമുള്ള കേന്ദ്ര നേതാക്കൾ, ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഇന്നലെ തന്നെ അദ്ദേഹത്തോട് ചുമതലയേറ്റെടുക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരം KPCC ആക്ടിംഗ് പ്രസിഡന്റ് M ഹസൻ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടായിരുന്നു 3 മണിക്ക് KPCC ആസ്ഥാനത്ത്. അതിനിടയിലാണ് സുധാകരന്റെ ഈ മടങ്ങിവരവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണവും അത് സംബന്ധിച്ചുള്ള അനുമതിയുമൊക്കെ ഹൈക്കമാൻഡ് നൽകുന്നത്. അതിനു പിന്നാലെ M ഹസൻ തന്റെ വാർത്താ സമ്മേളനം റദ്ദാക്കുകയും ചെയ്തിരുന്നു ഇന്നലെ. പിന്നീടാണ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് സുധാകരൻ മടങ്ങി വരും എന്നുള്ള തീരുമാനം, അല്ലെങ്കിൽ ആ ത്തേക്ക് തുടരാൻ AICC നിർദ്ദേശം നൽകിയത്, അനുമതി നൽകിയത്. ഇപ്പോൾ KPCC അധ്യക്ഷ കസേരയിലിരുന്ന് ചുമതല ഏറ്റെടുത്തതിനു ശേഷം അദ്ദേഹം മറ്റൊരു റൂമിലേക്ക് മാറുകയാണ്.